ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡും പഴവും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. കുറച്ച് പഴുത്ത ഏത്തപ്പഴമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ആ പാൻ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ആഡ് ചെയ്യാം. അതിനുശേഷം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു ഹാഫ് ഭാഗത്തോളം പഴം നന്നായിട്ട് വേവണം. ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പഴം അടിയിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഹാഫ് ഭാഗത്തോളം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങയുടെ പച്ച മണമെല്ലാം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതപ്പോൾ ഏകദേശം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ പഴത്തിൻ്റെ മിക്സ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ഇനി വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 6 സ്ലൈസസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം എല്ലാതും ഞാൻ കട്ട് ചെയ്ത് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതായത് നമ്മൾ മടക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പരത്തുന്നത്. അപ്പോൾ ഈ 6 ബ്രെഡും നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മീഡിയം സൈസ് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്യാം. ഇത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ഏകദേശം ബീറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി പരത്തി വെച്ച ബ്രെഡിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. സെൻറ്ററിലായിട്ട് വേണം വയ്ക്കാൻ. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും നമ്മൾ മുട്ടയുടെ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതായത് മടക്കുന്ന സമയത്ത് ഒട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മുട്ടയുടെ മിക്സ് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 സൈഡും നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും മടക്കിയെടുക്കാം. ഞാനിവിടെ ഇങ്ങനെയാണ് മടക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മടക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെഡ് പൊട്ടിപ്പോവാതെ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ ഏകദേശം ഒരെണ്ണം ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, എവിടെയും പൊട്ടാതെയാണ് മടക്കിയെടുക്കേണ്ടത്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസ് നമുക്ക് ചെയ്തെടുക്കാം. എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ബ്രെഡ് റോള് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയിലൊന്ന് മുക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. മുക്കിയെടുത്തിട്ട് പാനിലേക്ക് വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള, അതായത് കരിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്, ബ്രെഡും മുട്ടയൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാ സൈഡും ഒന്ന് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ആദ്യത്തെ സെക്ഷൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം.
അതുപോലെ തന്നെ അടുത്തതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡ് റോൾസും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റോളാണ് ബ്രെഡ് ബനാന റോള്. ഞാനിതിവിടെ അതിൻ്റെ മുകളിൽ കുറച്ച് ന്യൂട്ടെല്ല കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതെ തന്നെ കഴിക്കാം, അതല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഷുഗർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.